ഞാനിപ്പോ പോകുന്നത് കുറച്ച് പപ്പായ പറിച്ചെടുക്കാനാണ്, കുറച്ച് പച്ച പപ്പായ. അപ്പൊ പോളിയോസിലാണ് ഇപ്പൊ പപ്പായ ഉള്ളത്. അപ്പൊ വീട്ടിൽ ഉപ്പേരി വെക്കാനും പെങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് കുറച്ച് പച്ച പപ്പായ വേണം. പുറത്തുള്ള പപ്പായകളൊക്കെ ചീഞ്ഞു പോയിട്ട് ഇപ്പൊ പുറത്ത് ഉള്ള മരത്തിൽ ഇല്ലായിരുന്നു, 1-2 മരം ചീഞ്ഞും പോയി. ഇപ്പൊ പോളിയോസിൽ കണ്ടില്ല, നമ്മുടെ റെഡ് ലേഡിയിലൊക്കെ ഇപ്പോഴും പപ്പായ ഉണ്ട്. ഇതിലൊക്കെ പഴുത്ത് വരുന്നുണ്ട് കേട്ടോ. റെഡ് ലേഡി നല്ല പഴുത്തിട്ട് പറിക്കുക, അല്ലെങ്കിൽ ഒന്ന് ഒറ്റ ഒന്ന് പറിക്കുക. പെങ്ങൾക്ക് കൊണ്ടാണ് ഒന്ന് പറിച്ചെടുക്കുന്നുണ്ട്, ബാക്കി അവിടെ നിന്ന് പഴുത്തിട്ട് അവള് എടുത്തോളും. അപ്പം ഇതിൽ ഈ സൈഡിലൊക്കെ ഇതൊക്കെ റെഡ് ലേഡിയാണ്. പക്ഷെ എന്നാലും കുറവാട്ടോ പപ്പായ റെഡ് ലേഡിയും. ഇപ്പം മഴ പുതിയൊക്കെ പൂ വരുന്നുണ്ട്, മഴ അങ്ങനെ കൂടിയതുകൊണ്ട് അറിയില്ല, ഇനിയിപ്പം ആയി വരണം. എന്നാലും നമ്മൾ ആവശ്യത്തിന് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ റെഡ് ലേഡി ഒന്നും അങ്ങനെ പച്ച പറിക്കലില്ല, അധികം പഴുപ്പിക്കലാണ്. ഇപ്പൊ പുറത്തില്ലാത്തത് കൊണ്ട്, മറ്റു പപ്പായയിലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ ഇതിന് പച്ച പറിക്കുന്നത്. അപ്പം ഉമ്മ പറഞ്ഞിട്ട് 2 വീട്ടിലും വേണം, പിന്നെ പെങ്ങൾക്ക് കൊണ്ടാണ്, അങ്ങനെ 4-5 പറിക്കാം. ഇതൊക്കെ പൊട്ടിച്ചെടുക്കാം. അല്ല സൂപ്പർ പപ്പായ ഉപ്പേരി വെക്കാനേ. മറ്റേ വീട്ടിൽ ആ ചീഞ്ഞ മരം കണ്ടില്ല, അതിൽ എപ്പോഴും നല്ല പപ്പായ ആയിരുന്നു, ഉപ്പേരിക്ക് പറ്റിയതായിരുന്നു. അതിന്റെ റെഡ് ലേഡി പിന്നെ ഞങ്ങൾ അങ്ങനെ ഉപ്പേരി വെച്ച് നോക്കിയിട്ടില്ല, കുറച്ച് ഉറപ്പ് കൂടുതലാണ് തോന്നുന്നത്. നമ്മളെ മറ്റേ അത്ര പൊടി കുറവായിരിക്കും വെച്ച് കഴിഞ്ഞാലൊക്കെ. അതാ ഇത് 4 പറിച്ചിട്ടുണ്ട്. വേറെ ഒന്നുകൂടെ പറിക്കാം. ഇത് അതിന്റെ ഒരു നീളം ടൈപ്പാണ്. അത് പറഞ്ഞു പറിച്ചിട്ടുണ്ട്. ഇത്രയും പപ്പായ ഇട്ടിട്ടുണ്ട്, ഇത് മതി. അപ്പൊ പെങ്ങൾക്ക് കൊണ്ടാവാൻ ഒരു 3 കൊടുത്താൽ നമുക്ക് വീട്ടിലേക്ക് 2 ആയി. ഈ ബാക്കിയുള്ളത് കണ്ടില്ല, ഇതൊക്കെ പഴുത്ത് വരുന്നുണ്ട്. നമ്മൾ റെഡ് ലേഡി അധികം പഴുത്തതാണ് വിൽക്കുന്നത്. അപ്പൊ വിൽക്കാനായിട്ട് ബാക്കിയൊക്കെ നിർത്താം. ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ പച്ച പറിക്കുള്ളൂ. പച്ച ആർക്കും അങ്ങനെ വിൽക്കാനായിട്ട് പച്ച പറിക്കലില്ല. പോളിയോസിൽ വന്നപ്പം അത്യാവശ്യം കാന്താരി മുളക് ഉണ്ട് കേട്ടോ. അപ്പൊ അതും കുറച്ച് പറിച്ചെടുക്കാം. പെങ്ങൾ ഏതായാലും പോകില്ല, അപ്പോൾ കൊണ്ടുപോയിക്കോളും. നമുക്ക് ഇനി ഇഷ്ടം പോലെ എപ്പോഴാണെങ്കിൽ കിട്ടും. അപ്പോൾ കണ്ടപ്പോൾ അതും കൂടെ കുറച്ച് പറിച്ചെടുക്കാം. അത്യാവശ്യം വലുപ്പമായതുണ്ട്, അതുണ്ടല്ലേ. കുറച്ച് മതി, കാന്താരി മുളകിന് അധികം ഒന്നും ഉപയോഗിക്കില്ലല്ലോ. കറിയിലൊക്കെ ഇടുകയാണെങ്കിൽ തന്നെ കുറച്ചല്ലേ ഇടുള്ളൂ, നല്ല എരിവുള്ളതുകൊണ്ട്. അപ്പൊ അതും കൂടെ ഒന്ന് പറിച്ചെടുക്കാം. അങ്ങനെ നല്ല തേക്കിന്റെ ഇല എടുത്തിട്ടുണ്ട്, ഒന്നും എടുക്കാതെ വന്നായിരുന്നു. നമ്മൾ കൊട്ട മാത്രം എടുത്തിട്ട് ഇത് പറിക്കാനായിട്ട് വന്നില്ലേ, പപ്പായ പറിക്കാനായിട്ട് വന്നാ. ആ പഴുത്ത പപ്പായ അവളെന്തായാലും കൊണ്ടുപോയിട്ട് പഴുപ്പിച്ചോളൂ. റെഡ് ലേഡിയും നല്ല പഴുത്തില്ല, ഇങ്ങനെ അല്ല കേട്ടോ, നല്ല പഴുത്തായിട്ട് നമ്മൾ പറിക്കുള്ളൂ. ഇനി അങ്ങനെ വെച്ചാലും പഴുക്കും. അത് ഞങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് എന്തായാലും 1-2 ദിവസം അങ്ങനെ വെക്കുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ പഴുത്ത് കിട്ടും. നമ്മൾ കടയിലൊക്കെ കൊടുക്കുമ്പോൾ നല്ല പഴുത്തിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പൊ 50 രൂപയ്ക്ക് നമ്മൾ കിലോന് തരുന്നത്. റെഡ് ലേഡിക്ക് നല്ല ആവശ്യക്കാരുണ്ട്, നമ്മുടെ ഫാമിൽ തന്നെ നല്ല ഫ്രഷ് ആയതുകൊണ്ട് ഇപ്പോഴും കച്ചവടക്കാരൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ഗ്യാപ്പ് വന്നുപോയി, ഇതിന്റെ ഇടയ്ക്കൊക്കെ നല്ല പറിച്ചിരുന്നു. ഇനിയിപ്പോ പുതിയതാവുന്നുണ്ട്. എന്തായാലും ഇപ്പൊ അടുത്ത ആഴ്ചക്ക് വീണ്ടും റെഡ് ലേഡി പഴുത്ത് കൊടുക്കാനുണ്ടാവും നമ്മുടെ. പക്ഷെ നല്ല ഉണ്ടാ. അപ്പൊ ഇത് മതി, ഇത്രയും കാന്താരി മുളക് പറിച്ചിട്ടുണ്ട്. അവൾ എന്തായാലും അവള് പറഞ്ഞതല്ല, അപ്പൊ ഇവിടെ കണ്ടപ്പം പോകുമ്പോൾ മാക്സിമം അവർക്ക് കൊടുക്കാൻ പറ്റുന്നൊക്കെ കൊണ്ടുപോകാമല്ലോ. അപ്പൊ അതുകൊണ്ട് അതുകൂടെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ പറിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പോവാണ്. ഇപ്പൊ ആവശ്യത്തിന് പപ്പായ ആയിട്ടുണ്ട്, കുറച്ച് കാന്താരി മുളകും കിട്ടിയിട്ടുണ്ട്. പോളിയോസിൽ വന്നപ്പോൾ ഈ 2 കാര്യങ്ങൾ കൂടെ നടന്നിട്ടുണ്ട്.